ഇവിടെ പനമ്പള്ളി നഗരത്തിൻ്റെ ഒരു സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അത് ബി ഉണ്ണികൃഷ്ണൻ സാർ എന്നെ വിളിച്ച് പറയണത്, സിത്താര ഇങ്ങനൊരു ഇതുണ്ട്. അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നോട് പറഞ്ഞിരുന്നത്, നമുക്ക് മോഹനരാഗത്തിലാണ് വേണ്ടത്, എന്നാൽ ഭൂപ്പിൻ്റെ ഒരു ഫ്ലേവർ അങ്ങനെ ഇങ്ങനൊരു കുട്ടി പാടുന്നു എന്നൊക്കെ എനിക്ക് ഫോണിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. സിത്താര റെക്കോർഡിങ്ങിന് ചെന്നിട്ട് പാടിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമേഴ്സ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പം ഇപ്പുറത്തെ ബൂത്തിലാണ്, തൊട്ടപ്പുറത്തെ റൂമിലാണ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പോഴേക്കും അദ്ദേഹം ഇല്ല അവിടെ. അപ്പോൾ അദ്ദേഹം ഓടി, ഞാൻ ബൂത്തിൽ ഇങ്ങനെ കയറി നിൽക്കുക. എൻ്റെ മനസ്സിലെന്താ ഇത് വളരെ ഒരു വലിയ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കുന്നുള്ളൊരു ധാരണയിലാണല്ലോ പോണേ. അപ്പോൾ അദ്ദേഹം ഓടി വന്നിരുന്നു. സിത്തു ഒന്ന് ഒരു ആലാപ്പ് പോലെ എന്തെങ്കിലും ഒന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലാപ്പിൻ്റെ പോർഷൻ പാടി. ഇനി കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്, ഇത് പാടിക്കോളൂ പറഞ്ഞു. അപ്പം അത് പാടി. അപ്പം ഞാനിതൊക്കെ മൈക്ക് ചെക്ക് ചെയ്യാന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനി ആ കീർത്തനത്തിൻ്റെ പല്ലവിയും പാടി. ഓക്കെ അനുപല്ലവിയുടെ സ്ഥലത്ത് അത് ഞാൻ ഇങ്ങനെ പാടി. അത് കഴിയുമ്പോൾ ഓക്കെ ഡൺ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഞാൻ അങ്ങനെ അപ്പം അല്ല ഗോപിച്ചേട്ടൻ, എനിക്ക് പാടിയില്ലായിരുന്നു, എനിക്ക് ഒന്നും കൂടി പാടണം. ഇല്ല കുഴപ്പമില്ല, ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, അത് ഞാൻ നന്നായിട്ട് തന്നെ പുറത്തേക്ക് വരുത്തുള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ചുറ്റി തിരിഞ്ഞു സ്റ്റുഡിയോയിൽ. മോളും ഉണ്ട് എൻ്റെ കയ്യിൽ, കുഞ്ഞത്. അപ്പം അവളെയൊക്കെ പിടിച്ച് അദ്ദേഹം ഇങ്ങനെ കൊഞ്ചിക്കൊക്കെ ചെയ്തിട്ട് പറഞ്ഞു വിട്ടു, പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാനത് സ്റ്റുഡിയോയുടെ താഴെ വന്നിട്ട് ഞാനും അമ്മയും കുറച്ച് നേരം നിന്നു. ഇതിപ്പോൾ എന്താ ഇപ്പോൾ സംഭവിച്ചത്?